മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള രൂപീകരണ ചർച്ച നടക്കുന്ന സമയത്ത് ജനസംഘവും ഇന്നത്തെ BJP-യുടെ അന്നത്തെ രൂപമായ ജനസംഘവും കോൺഗ്രസും മറുവശത്ത്. എന്താ മറുവശത്ത് വരാനുള്ള കാരണം? അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് വരുന്നത്. അന്ന് ആര്യാടൻ മുഹമ്മദാണ് അതിന് നേതൃത്വം നൽകുന്നത്. അന്ന് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. അന്ന് എന്താ പറഞ്ഞത്? ഇവിടെ കുട്ടി പാകിസ്ഥാൻ എന്നൊരു മുദ്രാവാക്യം വിളി കേൾക്കുന്നത് അന്നാ. മിനി പാകിസ്ഥാൻ എന്നുള്ള മുദ്രാവാക്യം വിളി കേൾക്കുന്നത് അവിടെയാ. പാകിസ്ഥാന്റെ നാവികപ്പട തിരൂരിൽ വന്ന് ലാൻഡ് ചെയ്യുമെന്നുള്ള പ്രചരണം നടക്കുന്നത് അവിടെയാ. എന്നിട്ട് മാപ്പിളസ്ഥാനാക്കാൻ അനുവദിക്കുന്നില്ല എന്നതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അന്ന് ജനസംഘിനോടൊപ്പം കോൺഗ്രസ് മലപ്പുറം രൂപീകരണത്തെ നഖശികാന്തം എതിർത്തു. പക്ഷേ അത് പാസ്സാവാതെ പോയി. കാരണം എന്താ? 67-ലാണ് കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ദയനീയമായ പെർഫോമൻസ്. 133 ഇടങ്ങളിൽ മത്സരിച്ച് കേവലം 9 ഇടങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയി കോൺഗ്രസ്. അന്ന് കെ കരുണാകരനാണ് നിയമസഭയിൽ കോൺഗ്രസിൻ്റെ നേതാവ്. അങ്ങനെ മലപ്പുറം രൂപീകരണത്തെ എതിർത്തിട്ടും EMS മന്ത്രിസഭയിൽ സപ്തകക്ഷി മുന്നണിയിൽ ലീഗും CPM-ഉം CPM ഒക്കെ ഉൾപ്പെട്ട ആ മുന്നണിയാണ് മലപ്പുറം രൂപീകരണം സാധ്യമാക്കുന്നത്. ആരുടെ എതിർപ്പ് വകവയ്ക്കാതെ? കോൺഗ്രസിൻ്റെയും ജനസംഘത്തിൻ്റെയും എതിർപ്പ് വകവയ്ക്കാതെ. ഇത് ചരിത്രത്തിലുണ്ടേ. അപ്പം മലപ്പുറത്തെ അപമാനിക്കുന്നു എന്ന് പറയുന്നവർ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ എതിർത്ത പാർട്ടിയാണിതെന്നുള്ളത് ചരിത്രത്തെ കൊണ്ട് ഓർമ്മിപ്പിക്കുകയല്ലേ? ഇന്ന് ആ പരാമർശം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചരിത്രം ഓർമ്മിപ്പിക്കുമോ?